ശ്രീ കെ ശബരിനാഥ്, എന്താ ഇന്ന് ആ കൊട്ടിക്കലാശത്തിൽ വാഹനത്തിന് മുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് മതേതരത്വവും ജനാധിപത്യവും അടുത്തു നിൽക്കുന്നു എന്ന തരത്തിലുള്ള വിശകലനങ്ങൾ തള്ളിക്കളയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ കിട്ടിയത് മതം നോക്കിയുള്ള വോട്ടാണോ? അല്ല, ആദ്യമേ തന്നെ ശ്രീ സുരേഷ് അദ്ദേഹം ചർച്ച വന്ന മുതൽക്ക് തന്നെ അദ്ദേഹം പറയുന്നത് തീവ്രമായിട്ടുള്ള വർഗീയതയാണ്. അത് പറയുമ്പോൾ തന്നെ ശ്രീ സുരേഷിന് ഫാക്റ്റുകൾ തെറ്റുകയാണ്. ആദ്യമായിട്ട് ശ്രീ വിജയരാഘവൻ ഷാഫിക്കെതിരെ മത്സരിച്ചിട്ടില്ല. ഇന്നലെ ശ്രീ കെ സുരേന്ദ്രൻ എന്തോ മഹാഭാരതം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തെറ്റിപ്പോയെന്നുള്ളത് നമ്മൾ സന്ദീപ് ഭായർ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ആദ്യമേ തന്നെ ഫാക്റ്റ് പഠിക്കൂ. അവിടെ ശ്രീ എ വിജയരാഘവൻ ഷാഫിക്കെതിരെ മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് വിജയരാഘവന് വോട്ട് കൊടുക്കാതെ ഷാഫി കൊടുത്തു എന്ന് നിങ്ങളുടെ വാദം തെറ്റാണ്. അന്ന് ശ്രീ ഇ ശ്രീധരനും ഷാഫിയും മത്സരിച്ചപ്പോൾ അവിടെ മികച്ച സ്ഥാനാർത്ഥി ഷാഫി വിജയിക്കണം, അത്ര തരത്തിലുള്ള ഇ ശ്രീധരന് വേണ്ടിയുള്ള ക്യാമ്പയിനിങ്ങും വെളിയിൽ നിന്നുള്ള പോളിങ്ങും പടവും, പിന്നെ അദ്ദേഹം ഒരു നല്ല കാൻഡിഡേറ്റ് കൂടെ ആയിരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഷാഫിക്ക് ജയിപ്പിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുള്ളതുകൊണ്ട് പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ സത്യം പറഞ്ഞാൽ ശ്രീ ശ്രീധരന് നിങ്ങൾ ഹൃദയത്തിൽ കൈവിട്ടിച്ച് നോക്കൂ. ഈ ശ്രീധരന് മുനിസിപ്പാലിറ്റി ലഭിക്കേണ്ട പൂർണ്ണ നിങ്ങൾ വിചാരിച്ച വോട്ടൊന്നും കിട്ടിയില്ല. നിങ്ങളുടെ പിന്നീടുള്ള അനാലിസിസ് വന്നത് എന്താണ്? ശ്രീധരന് കിട്ടുമെന്ന് വിചാരിച്ച ഫുൾ വോട്ട് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റി കിട്ടിയില്ല. അത് ഷാഫിക്കാണ് പോയത്. ഷാഫി പറമ്പിൽ അവസാനം ഒരു വലിയ തീവ്ര പരീക്ഷണത്തിൽ വിജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മെറിറ്റ് കൊണ്ടാണ്. ഞാൻ പറയാം നിങ്ങളുടെ അനാലിസിസ് നോക്കൂ. ഈ ശ്രീധരന് നിങ്ങൾ വിചാരിച്ച, ഞാൻ കണക്കിലേക്ക് വരുന്നില്ല, എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം, നിങ്ങൾ വിചാരിച്ച വോട്ട് കിട്ടിയില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഷാഫി പറമ്പിൽ 3 തവണയായിട്ട് ജയിക്കുന്നതും അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലേ. ശ്രീകണ്ഠൻ ലോക്സഭയിൽ 10,000 വോട്ടിന് വേണ്ടി ലീഡ് ചെയ്തു. അതേപോലെ തന്നെ എല്ലാ ലോക്സഭാ ഇലക്ഷനും ആ സെഗ്മെന്റ് ലീഡ് ചെയ്യുന്നു. ഈ പറഞ്ഞ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യണം. ശ്രീ വസീഫ് പറഞ്ഞ ചില വികസന കാര്യങ്ങൾ അവിടെ ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ ശരിയാണെന്ന് വിചാരിക്കും. മോയിൻ സ്കൂളിന്റെ വിഷയം എത്രയോ നമ്മുടെ നിയമസഭയിൽ ശ്രീ രവീന്ദ്രനാഥ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ, ശിവൻകുട്ടി മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചെയ്യാമെന്ന് പറയുന്നതല്ല, സർക്കാർ ഇത് ചെയ്യുന്നില്ല. അബ്ദുറഹ്മാനെ ഷാഫി പറമ്പിൽ എത്രയോ തവണ നിയമസഭയിലും സബ്മിഷനായിട്ടും ചോദ്യമായിട്ടും ചർച്ചയിലും സ്പോർട്സിലും ഒക്കെ പറയുമ്പോൾ ചെയ്യാത്ത കാര്യം ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള വസീഫും അതോടൊപ്പം സരനും ഭൂമിയിലും ചെയ്യാമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. അതേപോലെ തന്നെ റഹ്മാൻ മിനിസ്റ്റർ അദ്ദേഹം വഖഫിന്റെ മിനിസ്റ്ററാണെന്ന് ഓർപ്പിക്കുന്ന നല്ലതാണ്. അദ്ദേഹം മുങ്ങി നടക്കുകയാണ്. മന്ത്രിമാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോലും പോകുന്നില്ല, അതിന് പകരം റീൽ എടുത്തും സെൽഫി എടുത്തും നടക്കുന്നേ ഉള്ളൂ. ഏത് മന്ത്രിയാണ് പറഞ്ഞത്? ഏത് മന്ത്രിയാണ് പറഞ്ഞത്? പറമ്പില് വേറെ ഏത് എം എൽ എക്കാളും റെസ്പോൺസിബിൾ എം എൽ എ ആണ്. പിന്നെ വസീഫ് എന്തോ ഞെട്ടിപ്പോയത് ഒരു കാര്യം ഞാൻ പറയാം എം പി രാജേഷ് നിങ്ങൾ ലീഡ് ചെയ്യാൻ കൊടുത്ത് ഞാൻ അതിലേക്കല്ല, ഞാൻ ചേലക്കരയിലേക്ക് വരാം. 28 വർഷം നിങ്ങളുടെ എം എൽ എയും സ്പീക്കറും മന്ത്രിയും ഞാൻ ഇഷ്ടപ്പെടുന്ന ശ്രീ രാധാകൃഷ്ണൻ എം എൽ എ ആയിരുന്ന ചേലക്കരയിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ റോഡുകൾ ഒറ്റപ്പാലത്ത് നിന്ന് ചേലക്കര പോകുന്നതിനെ കൊണ്ട് തിരിച്ച് ട്രിവാൻഡ്രം എത്താം. അത്രത്തോളം സമയം എനിക്കെടുത്തു. ഇത്രയും തകർന്നിരുന്ന ഒരു സംവിധാനം ഉള്ളിടത്ത് നിങ്ങൾ പാലക്കാടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാമീണ മേഖലയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ പക്ഷേ ഈ പറഞ്ഞ BJPയുടെ തകർച്ച കാരണം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനുപരി നിങ്ങൾ പറഞ്ഞ SC മെഡിക്കൽ കോളേജ്, SC മന്ത്രി ആരായിരുന്നു? 2016-21 CK ബാലനല്ലേ? നിങ്ങളുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ? ആ ജില്ലയിലെ വിനോദ് നേതാവല്ലേ? അതേപോലെ തന്നെ പിന്നെ മന്ത്രിയായി വന്ന ശ്രീ MP രാജേഷാണ്. ആരോഗ്യമന്ത്രിയായ ശ്രീ വീണ ജോർജാണ്. അതിനുമുമ്പ് ശൈല ടീച്ചറാണ്. 8 വർഷമായി ഈ കോളേജിന് വേണ്ടി ഒന്നും ചെയ്യാത്തത്, സർക്കാർ ചെയ്യാത്തത് പ്യുവറായിട്ടുള്ള രാഷ്ട്രീയം കാരണമാണ്. വളരെ ക്ലിയർ അല്ലേ? ആ മേഖലയിൽ മെഡിക്കൽ കോളേജ് എന്നുള്ള ആവശ്യം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഗവൺമെന്റ് എത്ര കോടി രൂപ ചെലവഴിച്ചു? ആ ചോദ്യത്തിന് ഉത്തരം പറ. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UDF സർക്കാരിൻ്റെ സമയത്ത് അനുവദിച്ച പദ്ധതി 2016 അവസാനം 17 അനുവദിച്ച് അത് കാലക്രമേണ മുന്നോട്ട് വന്നു. അത് ബഡ്ജറ്റിൽ വകുപ്പ് വെച്ചിരുന്നു. അടുത്ത സർക്കാർ മാറി വന്നപ്പോൾ അടുത്ത കാര്യങ്ങൾ ചോദിച്ചു പെർമിറ്റ് പോകാനടക്കമുള്ള കാര്യങ്ങൾ, അവിടെ നിന്നുള്ള കുട്ടികൾക്ക് പഠിക്കുവാനുള്ള കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളല്ലേ? എന്തുകൊണ്ട് കോന്നി മെഡിക്കൽ കോളേജ് നിങ്ങൾ പല കാര്യങ്ങളും പതുക്കെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഈ പറഞ്ഞ പാലക്കാടിൻ്റെ വിഷയം നിങ്ങൾ തടഞ്ഞു? കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ വിരുദ്ധതയ്ക്കെതിരെ BJPയുടെ രാഷ്ട്രീയ വിരുദ്ധത മുനിസിപ്പാലിറ്റിയിൽ, ഇവിടെ സ്റ്റേറ്റിന് രാഷ്ട്രീയ വിരുദ്ധത സ്റ്റേറ്റ് വിഷയങ്ങളിലെതിരെയും ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ അത്ര മോശപ്പെട്ടാണെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു കാര്യം പറയാം, അവിടെ കൃത്യമായിട്ട് സരിൻ, എനിക്കൊരു കാര്യം പറയാൻ, എൻ്റെ സുഹൃത്താണ് സരിൻ, അതൊക്കെയാണ്. പക്ഷെ 23-ന് ശേഷം സരിൻ്റെ കാര്യം എന്തോ ആണെന്നുള്ള എനിക്ക് വലിയ വ്യാകുലതയുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്. അത്ര മാത്രം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്തായാലും ഇവിടെ ഇരുന്ന് ശ്രീ സുരേഷ് ഏട്ടൻ ശ്രീധരൻ സ്റ്റുഡിയോയിൽ ഇങ്ങനത്തെ വർഗീയത പറയുന്നത്, ഈ ചർച്ചയിലുള്ള അദ്ദേഹത്തിൻ്റെ 10 മിനിറ്റിലും അദ്ദേഹം ഒരു ഇലക്ഷന് വേണ്ടിയുള്ള യത്നം പറയുന്നത്, ഒരുപക്ഷേ ഈ പല ഇലക്ഷൻ സമയത്തിലും UPയിലൊക്കെ പറയുന്നത് പോലെ ഇത്ര പറഞ്ഞില്ലേ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിയായിട്ട് ഞാൻ പറഞ്ഞു. ഇലക്ഷൻ വരും പോകും, പക്ഷെ അതിനുശേഷം ഈ നാട്